ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? 15 ദിവസം മുമ്പ് ഞാനൊരു ഉപ്പുമാങ്ങയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഉപ്പുമാങ്ങ വെച്ചിട്ട് ഇന്ന് ഉച്ചയൂണിന് ഒരു കിഡിലൻ റെസിപ്പിയാണ് റെഡിയാക്കാൻ പോണേ. ഈ ഉപ്പുമാങ്ങ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാട്ടോ. ഇതിന്ന് നമുക്ക് എല്ലാം എടുക്കണം. ഉപ്പുമാങ്ങ വേണം, വെളുത്തുള്ളി വേണം, പച്ചമുളക് വേണം. ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഉപ്പുമാങ്ങ ഒരുപാട് അലിഞ്ഞു പോകണ്ടാട്ട, ഒരു പാകമാവുമല്ലോ. ആ സമയത്ത് തന്നെ നമുക്ക് എടുത്ത് റെസിപ്പി റെഡിയാക്കും. ഇതിന്ന് എല്ലാം എടുക്കണ്ട, 5-6 കഷ്ണം മാത്രം എടുത്താൽ മതി. ഒരു നേരം ഊണിന് ആവശ്യമുള്ളത് എടുക്കാം. ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് നമുക്ക് 2-3 സാധനം കൂടി ആവശ്യമുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞു, മാങ്ങ വേണം, വെളുത്തുള്ളി വേണം, പച്ചമുളക് വേണം. ഇതൊക്കെ നമ്മൾ ഉപ്പിലിട്ടതാണ് എടുത്തേക്കണേ. അത് കൂടാണ്ട് ഒരു 10-20 ചെറിയ ഉള്ളി, കുറച്ച് വേപ്പില്, 3 ചുവന്ന മുളക്. എരിവിനനുസരിച്ച് മുളക് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ. ഉപ്പ് ചേർക്കണ്ട. മാങ്ങയിലും വെളുത്തുള്ളിയിലും പച്ചമുളകിലും ഒക്കെ ഉപ്പ് ഉണ്ടാവും. ഇത് ഞാൻ അമ്മിയിലാണ് ചതച്ചെടുക്കാൻ പോണേ. നിങ്ങൾക്ക് അമ്മി വേണ്ടാന്നുണ്ടെങ്കിൽ മിക്സിയിൽ പൾസ് മോഡിൽ ചതച്ചെടുത്താൽ മതി. ഫസ്റ്റ് നമുക്ക് ചെറിയ ഉള്ളി ചതച്ചെടുക്കാം. ഉള്ളിയൊക്കെ ചതച്ചെടുത്തു. ഇനി നമുക്ക് വേപ്പില ചതയ്ക്കാം. ഇനി നമുക്ക് മുളക് ചതച്ചെടുക്കാം. ഇത് വെളുത്തുള്ളി ചതച്ചെടുക്കാം. ഇനി പച്ചമുളക് ചതയ്ക്കാം. അപ്പോൾ നമ്മളെല്ലാം ചതച്ചെടുത്തു. മാങ്ങ മാത്രം ചതച്ചിട്ടില്ല. ഇതെല്ലാം മിക്സ് ചെയ്ത് ഒന്നും കൂടി ചതച്ചതിന് ശേഷം ഇത് മാറ്റി വെച്ചിട്ട് മാങ്ങ റെഡിയാക്കാം. ഇതെല്ലാം കല്ലിൽ നിന്ന് മാറ്റുന്നുണ്ട്. ഇനി ഉപ്പുമാങ്ങയാണ് ചതയ്ക്കാൻ പോണേ. മാങ്ങ ചെറിയ പീസാക്കി കൊടുക്കാം. ഇനി മാങ്ങ ചതച്ചെടുക്കുന്നുണ്ട്. മാങ്ങ നമ്മൾ ചതച്ചെടുത്തു. നേരത്തെ ചതച്ചെടുത്ത ഉള്ളിയുടെ മിക്സ് മാങ്ങയുടെ ഒപ്പം ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ അപ്പം ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. കുറവാകാൻ ഒരു വഴിയും ഇല്ല. അതുപോലെ ഇത് ഒരാഴ്ച വരെ നമുക്ക് കേടുകൂടാണ്ട് ചോറിന് കൂട്ടാനും പറ്റും. ഇത്രയല്ലോ കേട്ടോ ഉപ്പുമാങ്ങ കൊണ്ടുള്ള റെസിപ്പി. സിമ്പിളായിട്ട് ഒരു കൂട്ടാനും ഇല്ലെങ്കിൽ ഒരു നേരം ഊണിനൊക്കെ നമുക്ക് ഇത് വെച്ച് അടിപൊളിയായിട്ട് ഊണ് കഴിക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഉപ്പുമാങ്ങ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.